ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് നേരെ മദീനത്തേക്ക് വന്നു. ഈ സമയത്ത് ഒരു സഫർ മാസത്തിലെ ലാസ്റ്റ് ദിവസം, അന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് തലവേദനിക്കുന്നത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ, അതിനേക്കാളും വലിയ റളിയല്ലാഹു അൻഹ, അതിനേക്കാളും വലിയ തലവേദന എനിക്കാണുള്ളത്. എന്റെ ശരീരം ഭയങ്കര ക്ഷീണമാകുന്നു, അസുഖമാകുന്നു എന്നെല്ലാം പറഞ്ഞു. ആ തലവേദന പിന്നെ പനിയായി മാറി. പനി അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് 7 കിണറിലെ വെള്ളം എടുത്തു കൊണ്ടുവന്ന് തങ്ങളെ കുളിപ്പിച്ചു, വൃത്തിയാക്കി. ഒരു ബുധനാഴ്ച ദിവസം തലയിൽ ഇങ്ങനെ കെട്ടി. ഇന്ന് നമ്മൾ കാണുന്ന മസ്ജിദ് നബവിയുടെ മിഹ്റാബിന്റെ മിമ്പറിന്റെ അകത്തേക്ക് അവിടെ കയറിയിരുന്നു. കുറേ നേരം ഉഹദിലെ ശുഹദാക്കൾക്ക് വേണ്ടി ദ്വാരം. കാരണം എന്താണ്? ഉഹദിലെ ശുഹദാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടായിരുന്ന പ്രധാന കാരണം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു. ക്രൂരമായ നിലയിൽ കൊല ചെയ്യപ്പെട്ടു ഹംസ റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന്റെ കരളിനെ കടിച്ചിട്ട് തുപ്പിക്കളയാണ്. ഇതിനെക്കാളും വലിയൊരു ക്രൂരതയില്ല. കഴുത്തിലേക്ക് അത് മാലയാക്കിയിട്ട് എടുത്തിടുകയാണ്. പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ്. ആ കടിച്ചവരെയും കൊന്നവരെയും പിന്നീട് മുസ്ലിമാക്കി, സഹാബിയാക്കി. അവരും എന്താണ്? നാളെ മശ്റയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗത്തിലാണ്. അതാണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത്. തെറ്റ് ചെയ്തവരെയും ചെയ്യപ്പെട്ടവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അള്ളാഹുവിന്റെ ഖുദ്റത്ത്. തങ്ങൾക്ക് വലിയ വേദനയായിരുന്നു. മറ്റേ സഹാബാക്കൾ വരുമ്പോ പറയുമായിരുന്നു, കൊന്ന സഹാബിയോട് പറയും, ഞാൻ എല്ലാം പൊരുത്തപ്പെട്ടു, കുറച്ച് ബാക്കിൽ മാറിയിരിക്കണം, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്റെ മൂത്താപ്പനെ ഓർമ്മ വരുന്നു, സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള വേദനയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ചെറിയ കെട്ടിനകത്ത് 3 സഹാബാക്കളാണ്. ഒന്ന് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ സഹാബി മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അന്ന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആരാണെന്ന് പറഞ്ഞാല് മക്കത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. ഏറ്റവും വലിയ വിലയുള്ള വസ്ത്രവും ഏറ്റവും വിലയുള്ള അത്തറും തേച്ചിരുന്ന സഹാബിയാണ്. അവസാനം ഒരു തുണിക്കഷ്ണം പോലും ഇല്ലാതെ പായിൽ ചുറ്റിയിട്ട് തീയിലേക്ക് എടുത്തിട്ടു. ദേഹം മുഴുവനും പൊള്ളി. അങ്ങനെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ 1 വർഷം മുമ്പ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഇവിടത്തേക്ക് അയക്കുന്നു, ആദ്യമായി ഹിജ്റ ചെയ്യാൻ. ആ സഹാബിയാണ് പിന്നീടുള്ള ഇവിടുത്തെ മുഴുവൻ ആൾക്കാരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തലഅൽ ബദ്റു അലൈന എന്നും പറഞ്ഞിട്ടുള്ള പാട്ട് പാടിയിട്ട് സ്വീകരിക്കുന്ന അത്രയും സഹാബാക്കളെ ഉണ്ടാക്കിയെടുത്തത് ആരായിരുന്നു? മിസ്അബ് റളിയല്ലാഹു അൻഹു. ഈ മിസ്അബ് റളിയല്ലാഹു അൻഹു കോടീശ്വരനാണ്. 200 ദിർഹമിനിൽ കുറയാത്ത വസ്ത്രമാണ് ധരിച്ചത്. പക്ഷേ ഷഹീദാകുന്ന സമയത്ത് പൂർണ്ണമായും മറക്കാനുള്ള തുണിക്കഷ്ണമില്ല. ഷഹീദ് ഏത് വസ്ത്രത്തിൽ മരിച്ചോ ആ വസ്ത്രത്തിൽ അടക്കണം എന്ന നിയമമായിരുന്നു. അടക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ട് കുപ്പായം നോക്കുമ്പോഴത്തേക്കും തല മറിഞ്ഞ സ്ഥലത്ത് നിന്നും കാല് പുറത്തു വരികയാണ്. കാല് മറിഞ്ഞ സ്ഥലത്ത് നിന്നും. സമ്പന്നരായ സഹാബാക്കളുണ്ട്, മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും അള്ളാഹുവെ നിന്റെ മുമ്പിലേക്ക് നിനക്ക് വേണ്ടി ഫക്കീറായിട്ട് ഒരു കഷണം തുണി പൂർത്തമായിട്ട് ഇല്ലാതെ ഞാനിതാ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് കാണിക്കാൻ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലയുടെ ഭാഗം മുഴുവനും മറക്ക്. ഇദ്ഖർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം പുല്ല് ഈ ഭാഗത്തുണ്ട്. ആ പുല്ല് വെച്ചിട്ട് കാല് മറച്ചിട്ട്, ലോകത്ത് ആരുടെയെങ്കിലും കഫംപുട അങ്ങനെ പൊതിഞ്ഞിട്ട് കാണില്ല, പക്ഷെ ആ പുല്ല് വെച്ച് മറച്ചിട്ട് അടക്കപ്പെട്ടതാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു.